നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. എല്ലാവർക്കും ആത്മപ്രണാമം. ഇന്ന് നമ്മളുടെ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ 11ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ദിവസം വരെ നമ്മൾ 20 ശ്ലോകങ്ങളാണ് നോക്കിയത്. ഇന്ന് നമുക്ക് 21ാമത്തെ ശ്ലോകം നോക്കാം. മരീചിർദമനോഹംസ സുപർണോ ഭുജഗോത്തമ ഹിരണ്യനാഭസുതപ പത്മനാഭഃ പ്രജാപതി. മരീചിർദമനോഹംസ സുപർണോ ഭുജഗോത്തമ ഹിരണ്യനാഭസുതപ പത്മനാഭഃ പ്രജാപതി. മരീചിഃ ദമനഃ ഹംസഃ സുപർണഃ ഭുജഗോത്തമഃ ഹിരണ്യനാഭഃ സുതപാഃ പത്മനാഭഃ പ്രജാപതിഃ. ഇനി നമുക്ക് ഈ പദങ്ങളുടെ അർത്ഥമൊന്ന് നോക്കാം. മരീചിഃ തേജസ്വികൾക്കും പരമമായ തേജസ്സായിരിക്കുന്നവൻ. ദമനഃ തൻ്റെ അധികാരത്തിൽ നിന്നും തെറ്റി നടക്കുന്നവരെ ദമനം ചെയ്യുന്നവൻ. ഹംസഃ അഹം സഹ എന്നുള്ള താദാത്മ്യഭാവത്തെ ഭാവന ചെയ്യുന്നവരുടെ സംസാര ഭയത്തെ ഹനിക്കുന്നവൻ, എല്ലാ ശരീരങ്ങളിലും സഞ്ചരിക്കുന്നവൻ. സുപർണഃ ധർമാധർമ്മങ്ങളാകുന്ന സുന്ദരങ്ങളായ 2 ചിറകുകളുള്ളവൻ. ഭുജഗോത്തമഃ അനന്തൻ, വാസുകി മുതലായ നാഗങ്ങളാകുന്ന വിഭൂതികളോടു കൂടിയവൻ. ഹിരണ്യനാഭഃ സ്വർണം പോലെ മംഗളകരമായ നാഭിയോടു കൂടിയവൻ, ഹിതകരവും രമണീയവുമായ നാഭിയുള്ളവൻ. സൂതപാഃ നരനാരായണന്മാരുടെ രൂപത്തിൽ ശോഭനമായ തപസ്സനുഷ്ഠിക്കുന്നവൻ. പത്മനാഭഃ താമരപ്പൂ പോലെ സുന്ദരവും വൃത്താകൃതിയിലുള്ളതുമായ നാഭിയോടു കൂടിയവൻ, ജനങ്ങളുടെ ഹൃദയകമലനാഭിയുടെ മധ്യത്തിൽ ശോഭിക്കുന്നവൻ. പ്രജാപതി പ്രജാപതിഃ പ്രജയുടെ പതി, അതായത് പിതാവ്. പ്രജാപതിഃ. ഹിരണ്യന പ്രകാശസ്വരൂപനായവനും ലോകത്തെ നിയന്ത്രണത്തിൽ നിർത്തുന്നവനും പരമാത്മസ്വരൂപനായവനും ധർമ്മസ്വരൂപങ്ങളായ ചിറകുകൾ ഉള്ളവനും അഥവാ ഗരുഡനായവനും അനന്തസ്വരൂപനായ സ്വർണവർണ്ണമായ നാഭിയുള്ളവനും ശരിയായ രീതിയിൽ തപസ് ചെയ്യുന്നവനും പ്രപഞ്ചോൽപത്തിക്ക് കാരണമായ പത്മം നാഭിയിലുള്ളവനും പ്രജകളുടെ പിതാവായവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. മരീചിർദമനോഹംസ സുപർണോ ഭുജഗോത്തമ ഹിരണ്യനാഭസുതപാഃ പത്മനാഭഃ പ്രജാപതി. ഇനി നമുക്ക് 22ാമത്തെ ശ്ലോകം നോക്കാം. അമൃത്യുഃ സർവദൃക്സിംഹഃ സന്ധാതാ സന്ധിമാൻ സ്ഥിര അജോ ദുർമർഷണഃ ശാസ്താ വിശ്രുതാത്മാ സുരാരിഃ. അമൃത്യുഃ സർവദൃക്സിംഹഃ സന്ധാതാ സന്ധിമാൻ സ്ഥിര അജോ ദുർമർഷണഃ ശാസ്താ വിശ്രുതാത്മാ സുരാരിഃ. അമൃത്യുഃ സർവദൃക് സിംഹഃ സന്ധാതാ സന്ധിമാൻ സ്ഥിരഃ അജഃ ദുർമർഷണഃ ശാസ്താ വിശ്രുതാത്മാ സുര അരിഹ സുരാരിഹ സുര അരിഹ സുരാരിഹ. ഇനി നമുക്ക് ഈ പദങ്ങളുടെ അർത്ഥം എന്താണെന്നൊന്ന് നോക്കാം. അമൃത്യുഹു മൃത്യുവോ അതിൻ്റെ കാരണമോ ഇല്ലാത്തവൻ, വിനാശം ഇല്ലാത്തവൻ. സർവദൃക്
ജ്ഞാനം കൊണ്ട് പ്രാണികളുടെ എല്ലാ ചേഷ്ടിതങ്ങളും ദർശിക്കുന്നവൻ. സിംഹ ഹിംസിക്കുന്നവൻ. സന്ധാത പുരുഷന്മാരെ അവരുടെ കർമ്മഫലങ്ങളോട് സന്ധിപ്പിക്കുന്നവൻ. സന്ധിമാൻ ഫലങ്ങളെ അനുഭവിക്കുന്നവൻ. സ്ഥിരഃ എപ്പോഴും ഏകരൂപനായിരിക്കുന്നവൻ, സ്ഥിരമായിരിക്കുന്നവൻ. അജഃ ഗമിക്കുന്നവൻ, ഭക്തന്മാരുടെ ഹൃദയത്തിലേക്ക് ഗമിക്കുന്നവൻ, ശത്രുക്കളെ ദൂരത്തകറ്റുന്നവൻ. ഭക്തന്മാരെ ഹൃദയത്തിലേക്ക് അടുപ്പിക്കുന്നു, ശത്രുക്കളെ ദൂരേക്ക് അകറ്റുന്നു. ദുർമർഷണഃ അസുരന്മാരാൽ സഹിക്കപ്പെടുവാൻ കഴിയാത്തവൻ. ശാസ്താ ശ്രുതിസ്മൃതികളാൽ എല്ലാവരെയും അനുശാസിക്കുന്നവൻ. വിശ്രുതാത്മാ സത്യജ്ഞാനാദിയാകുന്ന ലക്ഷണങ്ങളോടുകൂടിയ ആത്മാവായി വിശേഷേണ അറിയപ്പെടുന്നവൻ. സുരാരിഹ സുരന്മാരുടെ ശത്രുക്കളെ കൊല്ലുന്നവൻ. ദേവന്മാരുടെ ശത്രുക്കളെ ഇല്ലാതാക്കുന്നവൻ, നശിപ്പിക്കുന്നവൻ. സുരാരിഹ ജനിക്കാത്തതിനാൽ മരണം ഇല്ലാത്തവനും, ജനനമോ മരണമോ ഇല്ല. നമ്മൾ നേരത്തെ മുമ്പുള്ള ശ്ലോകങ്ങളും പറഞ്ഞിരുന്നു അജനാണ് എന്ന്. ജനിക്കാത്തതിനാൽ മരണം ഇല്ലാത്തവനും, ജനിച്ചെങ്കിലേ മരണം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ജനനമോ മരണമോ ഇല്ല, സ്ഥായിയായി നിൽക്കുന്നതാണ്. എന്നും ഒരേപോലെ, വികാരങ്ങളില്ല, മാറ്റങ്ങളില്ല, ഒന്നുമില്ലാത്ത ആള്. എല്ലാ ദിക്കിലേക്കും കണ്ണുകളുള്ളവൻ ആയതിനാൽ നന്മയും തിന്മയും എല്ലാം യഥാസമയം കാണുന്നവനും, അധർമ്മികളെ ഹിംസിക്കുന്നവനും, കർമ്മത്തെയും ഫലത്തെയും യോജിപ്പിക്കുന്നവനും, അന്തരാത്മാവായിരുന്നു കൊണ്ട് കർമ്മഫലത്തെ അനുഭവിക്കുന്നവനും, മാറ്റങ്ങൾ ഇല്ലാതെ എപ്പോഴും ഒരേ നിലയിൽ ഇരിക്കുന്നവനും, ജനിക്കാത്തവനും, ആർക്കും എതിർത്ത് നിൽക്കുവാൻ സാധിക്കാത്തവനും, ശാസിക്കുന്നവനും, ധർമ്മശാസ്ത്രങ്ങളെ ഉപദേശിക്കുന്നവനും, വിശേഷേണ അറിയേണ്ട ആത്മാവോടു കൂടിയവനും, ദേവന്മാരുടെ ശത്രുക്കളെ നിഗ്രഹിച്ചവനുമായ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. അമൃത്യു സർവദൃക്സിംഹ സന്ധാതാ സന്ധിമാൻ സ്ഥിര അജോ ദുർമർഷണ ശാസ്താ വിശ്രുതാത്മാ സുരാരിഹ. ഇനി നമുക്ക് 23-ാമത്തെ ശ്ലോകം നോക്കാം. ഗുരുർഗുരുതമോധാമ സത്യ സത്യപരാക്രമ നിമിഷോ നിമിഷസ്രഗ്വി വാചസ്പതിരുദാരഥീ. ഗുരുർഗുരുതമോധാമ സത്യ സത്യപരാക്രമ നിമിഷോ നിമിഷസ്രഗ്വി വാചസ്പതിരുദാരഥീ. ഗുരുഃ ഗുരുതമഃ ധാമ സത്യഃ സത്യപരാക്രമഃ നിമിഷഃ അനിമിഷഃ നിമിഷഃ അനിമിഷഃ സൃഗ്വീ വാചസ്പതിഃ ഉദാരധീഃ. ഇനി നമുക്ക് ഈ പദങ്ങളുടെ അർത്ഥം എന്താണെന്ന് ഒന്ന് നോക്കാം. ഗുരുഹു എല്ലാ വിദ്യകളുടെയും ഉപദേഷ്ടാവ്, എല്ലാവരുടെയും ജന്മദാതാവ്. ഗുരുതമഃ ബ്രഹ്മാദികൾക്കും ബ്രഹ്മവിദ്യയെ പ്രദാനം ചെയ്യുന്നവൻ. ധാമ പരമമായ ജ്യോതിസായിരിക്കുന്നവൻ, എല്ലാ കാമങ്ങളുടെയും ആശ്രയമായവൻ. സത്യഃ സത്യഭാഷണരൂപമായ ധർമ്മസ്വരൂപൻ. സത്യപരാക്രമഃ നിഷ്ഫലമാകാത്ത പരാക്രമത്തോടു കൂടിയവൻ. നിമിഷഃ യോഗനിദ്രയിൽ അടച്ച കണ്ണുകളോടു കൂടിയവൻ. അനിമിഷഃ നിത്യപ്രബുദ്ധസ്വരൂപൻ, മത്സ്യരൂപനായവൻ. നിമിഷഃ അനിമിഷഃ സൃഗ്വീ എപ്പോഴും വൈജയന്തി എന്ന മാലയെ ധരിച്ചിരിക്കുന്നവൻ. വാചസ്പതിരുദാരധീഹി വാചസ്പതിരുദാരധീഹി വാക്യന്റെ പതിയായും സകല പദാർത്ഥങ്ങളെയും പ്രത്യക്ഷീകരിക്കുന്ന ബുദ്ധി വൈഭവമുള്ളവനായും ഇരിക്കുന്നവൻ. എല്ലാവരുടെയും പിതാവും ആചാര്യനുമായവനും
ബ്രഹ്മാവ് മുതലായ എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരുവായവനും തേജസ്വരൂപനായവനും സത്യസ്വരൂപനായവനും നിഷ്ഫലമാവാത്ത പരാക്രമം ഉള്ളവനും യോഗനിദ്രയിൽ കണ്ണടച്ചിരിക്കുന്നവനും എപ്പോഴും പ്രബുദ്ധതയോടെ കൺതുറന്നിരിക്കുന്നവനും പഞ്ചഭൂതങ്ങളുടെ തന്മാത്ര സ്വരൂപമായ 5 നിറത്തിലുള്ള വൈജയന്തി എന്ന മാല അണിഞ്ഞവനും എല്ലാ അറിവുകളുടെയും നാഥനും അറിവുകളെ ഉദാരമായി നൽകുന്നവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഗുരുർഗുരുതമോധാമ സത്യസത്യപരാക്രമ നിമിഷോ നിമിഷസ്രഗ്വി വാചസ്പതിരുദാരധീ. ഇനി 24-ാമത്തെ ശ്ലോകം. അഗ്രണീർഗ്രാമണീ ശ്രീമാൻ ന്യായോ നേതാ സമീരണ സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രാക്ഷഃ സഹസ്രപാദ്. അഗ്രണീർഗ്രാമണീ ശ്രീമാൻ ന്യായോ നേതാ സമീരണ സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രാക്ഷഃ സഹസ്രപാദ്. ഇനി പദങ്ങളൊന്ന് നോക്കാം. അഗ്രണീഹി ഗ്രാമണീഹി ശ്രീമാൻ ന്യായഃ നേതാ സമീരണഃ സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രാക്ഷഃ സഹസ്രപാദ്. ഇനി ഈ പദങ്ങളുടെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. അഗ്രണീഹി ഭക്തന്മാരെ ഉത്തമമായ പദത്തിലേക്ക് നയിക്കുന്നവൻ. ഭക്തന്മാർ എവിടെയാണോ എത്തപ്പെടേണ്ടത് അവിടേക്ക്, അങ്ങനെയുള്ളതായ ആ പദങ്ങളിലേക്ക് നയിക്കുന്നവൻ. ഗ്രാമണീഹി ഭൂതഗ്രാമത്തിൻ്റെ നേതാവായിരിക്കുന്നവൻ. ശ്രീമാൻ സർവാതിശയായ ശ്രീ, അതായത് കാന്തിയുള്ളവൻ, ശ്രീയുള്ളവൻ. ശ്രീ എന്നാൽ അത്രയ്ക്കും ആ ഒരു കാന്തിയുള്ളവൻ, അത്രയ്ക്കും മഹത്തായത്. ശ്രീമാൻ സർവാതിശയായ ശ്രീ, ആ വിളങ്ങുന്ന, ആ മഹത്തായ, ആ ശ്രീത്വമുള്ള അല്ലെങ്കിൽ കാന്തിയുള്ളവൻ. ന്യായഃ പ്രമാണങ്ങളെ അനുഗ്രഹിക്കുന്നതും ഭേദമില്ലായ്മയെ ഉണ്ടാക്കുന്നതുമായ തർക്കമായിരിക്കുന്നവൻ. നേതാ ജഗത്താകുന്ന യന്ത്രത്തെ ചലിപ്പിക്കുന്നവൻ. സമീരണഃ ശ്വാസരൂപത്തിൽ ജീവികളെ ചേഷ്ടിപ്പിക്കുന്നവൻ. സഹസ്രമൂർധ 1000 മൂർധാവുകൾ ഉള്ളവൻ. വിശ്വാത്മാ വിശ്വത്തിൻ്റെ ആത്മാവ്. സഹസ്രാക്ഷ 1000 അക്ഷികളോട് കൂടിയവൻ. സഹസ്രപാദ് 1000 പാദങ്ങളുള്ളവൻ. സഹസ്രപാദ് എല്ലാവരുടെയും മുന്നിൽ നടന്ന് നേർവഴി കാണിച്ച് ഭക്തരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നവനും സകല ജീവജാലങ്ങളെയും പദാർത്ഥങ്ങളെയും നിയന്ത്രിച്ച് കൊണ്ടു നടക്കുന്നവനും അതിശയകരമായ കാന്തിയുള്ളവനും ന്യായസ്വരൂപനും പ്രപഞ്ചത്തെ നയിക്കുന്നവനും ശ്വാസരൂപത്തിലിരുന്ന് ജീവികളെ കൊണ്ട് കർത്തവ്യങ്ങൾ ചെയ്യിപ്പിക്കുന്നവനും 1000 ശിരസ്സുള്ളവനും പ്രപഞ്ചത്തിലുള്ള സകലതിൻ്റെയും ആത്മാവായവനും 1000കണക്കിന് കണ്ണുകളുള്ളവനും 1000 കാലുകൾ ഉള്ളവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. അഗ്രണീർഗ്രാമണീ ശ്രീമാൻ ന്യായോ നേതാ സമീരണ സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രാക്ഷഃ സഹസ്രപാദ്. ഇനി 25-ാമത്തെ ശ്ലോകം നോക്കാം. ആവർത്തനോ നിവൃത്താത്മാ സംവൃത സംഭ്രമർദ്ദന അഹസ്സംവർത്തകോ വന്നിരനിലോധരണീധര. ആവർത്തനോ നിവൃത്താത്മാ സംവൃത സംഭ്രമർദ്ദന അഹസ്സംവർത്തകോ വന്നിരനിലോധരണീധര. ഇതിൻ്റെ പദങ്ങളൊന്ന് നോക്കാം. ആവർത്തനഃ ന വൃത്താത്മാ സംവൃതഃ സംഭ്രമർദ്ദനഃ അഹഃ സംവർത്തകഃ വന്യഃ അനിലഃ ധരണീധരഃ.
ഇനി ഈ പദങ്ങളുടെ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആവർത്തനഃ, സംസാരചക്രത്തെ തിരിച്ചുകൊണ്ടിരിക്കുന്നവൻ. നിവൃത്താത്മാ, സംസാരബന്ധനത്തിൽ നിന്ന് വിടപ്പെട്ട സ്വരൂപത്തോടു കൂടിയവൻ. സംവൃതഃ, എല്ലാറ്റിനെയും സംവരണം ചെയ്യുന്ന, അവിദ്യ കൊണ്ട് സംവരണം ചെയ്യപ്പെട്ടവൻ. സംഭ്രമർദ്ദനഃ, എല്ലാവരെയും മർദ്ദിക്കുന്നവൻ. അഹഃ സംവർത്തക, അഹഃസംവർത്തകഃ, അഹഃ സംവർത്തകഃ, അഹഃസംവർത്തകഃ, അഹസ്സുകളെ പ്രവർത്തിപ്പിക്കുന്ന സൂര്യരൂപത്തിലുള്ളവൻ. വന്യഹി, ഹവിസിനെ വഹിക്കുന്നവൻ. അനിലഃ, നിശ്ചിതമായ നിലയമില്ലാത്തവൻ, ആദിയില്ലാത്തവൻ. ധരണീധരഃ, അനന്തൻ, ദിഗ്ഗജങ്ങൾ, വരാഹം എന്നീ രൂപങ്ങളിൽ ഭൂമിയെ ധരിക്കുന്നവൻ. സംസാരചക്രത്തെ തിരിച്ചുകൊണ്ടിരിക്കുന്നവനും സംസാരബന്ധത്തിൽ നിന്ന് വേർപെട്ട ആത്മാവോടുകൂടിയവനും യോഗമായയാൽ മറയ്ക്കപ്പെട്ടവനും പാപികളെയും ദുഷ്ടന്മാരെയും മർദ്ദിക്കുന്നവനും രാപ്പകലുകളെ വേണ്ടതുപോലെ പ്രവർത്തിപ്പിക്കുന്നവനും അഗ്നിദേവനായവനും വായുദേവനായവനും ഭൂമിയെ ധരിക്കുന്നവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ആവർത്തനോ നിവൃത്താത്മാ സംവൃതഃ സംഭ്രമർദ്ദന അഹഃസംവർത്തകോ വന്യരനിലോ ധരണീധര. ഇനി നമുക്ക് 16 മുതൽ 25 വരെ ഉള്ള ശ്ലോകങ്ങളൊന്ന് ചൊല്ലി നോക്കാം. ഭ്രാജിഷ്ണുർഭോജനം ഭോക്താ സഹിഷ്ണുർജഗദാദിജ അനഘോ വിജയോ ജേത വിശ്വയോനിഃ പുനർവസു ഉപേന്ദ്രോ വാമനഃ പ്രാംശുരമോഘഃ ശുചിരൂർജിത അതീന്ദ്രഃ സംഗ്രഹഃ സർഗോ ധൃതാത്മാ നിയമോ യമ വേദ്യോ വൈദ്യസദാ യോഗി വീരഃ മാധവോ മധു അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബല മഹാബുദ്ധിർമഹാവീര്യോ മഹാശക്തിർമഹാദ്യുതി അനിർദ്ദേശ്യ വപുഃ ശ്രീമാനമേയാത്മാ മഹാദ്രിധൃക് മഹേശ്വാസോ മഹീഭർത്താ ശ്രീനിവാസഃ സദാംഗതി അനിരുദ്ധഃസുരാനന്ദോ ഗോവിന്ദോ ഗോവിദാംപതി മരീചിർദമനോ ഹംസഃ സുപർണോ ഭുജഗോത്തമ ഹിരണ്യനാഭഃ സുതപാ പത്മനാഭഃ പ്രജാപതി അമൃത്യുഃ സർവദൃക്സിംഹഃ സന്ധാതാ സന്ധിമാൻ സ്ഥിര അജോ ദുർമർഷണഃ ശാസ്താ വിശ്രുതാത്മാ സുരാരിഹ ഗുരുർഗുരുതമോ ധാമഃ സത്യഃ സത്യപരാക്രമ നിമിഷോ നിമിഷസ്രഗ്വീ വാചസ്പതിരുദാരധീഃ അഗ്രണീർഗ്രാമണീ ശ്രീമാൻ ന്യായോ നേതാ സമീരണ സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രാക്ഷഃ സഹസ്രപാദ് ആവർത്തനോ നിവൃത്താത്മാ സംവൃതഃ സംഭ്രമർദ്ദന അഹഃസംവർത്തകോ വന്യരനിലോ ധരണീധര. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമഃ ശിവായ.